മണിയുടെ ഞാൻ ഈ തമ്മിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ വിദേശ നാടുകളിൽ താമസിക്കുന്ന കുറേ പ്രവാസികൾ എന്നെ അന്വേഷിച്ച് അവിടെ വന്നു. അവർ അന്വേഷിച്ച് വന്ന ഒരു കാര്യം, ഈ വേൾഡ് മലയാളി കൗൺസിലിലെ ആളുകളാണ് അവർക്ക് ഈ മില്യൺ മലയാളി ക്ലബ്ബിൽ അംഗങ്ങളാകണം. നമ്മൾ ഈ വേൾഡ് മലയാളി കൗൺസിൽ പോലെയുള്ള നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സംഘടനകളുമായി മില്യൺ മലയാളി ക്ലബ്ബ് ഒന്നിച്ചു പോകും. 1 കോടി മനുഷ്യർക്ക് വേണ്ടി നമ്മൾ നിവർത്തുന്ന ഈ കൊടയിൽ അവരും കയറുന്നു എന്നുള്ള മനോഹരമായ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചു. താങ്ക് യു മൈ ഡിയർ ഗായ്സ് ഫ്രം എബ്രോഡ്. 1 കോടി മലയാളികളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ യത്നമാണ് MMC മില്യൺ മലയാളി ക്ലബ്ബ്. 10 മില്യൺ മലയാളികൾ ഒരേ കുടക്കീഴിൽ കയറുന്ന ദിവസമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ വിദേശ നാടുകളിൽ നിന്നൊക്കെ നല്ല പ്രതികരണമാണ് MMCക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് മലയാളികൾ എന്നോടൊപ്പം ഉണ്ട്. വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അവർ വിയന്നയിലും ദുബായിലും ഒക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങ് വിയന്നയിലാണ്. എത്ര കൊല്ലമായി? കഴിഞ്ഞ 47 വർഷമായിട്ട് ഞാൻ വിയന്നയിൽ. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സണ്ണി വെളിയത്ത്. സണ്ണി വെളിയത്ത്. നാട്ടിലെവിടെയാ? നാട്ടിൽ കൊരട്ടി എന്ന് പറയും, ചാലക്കുടി അടുത്ത്. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ട്രഷറാണ്. 1995 ന്യൂജേഴ്സിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഒരു കൊടക്കീഴിൽ വരുന്ന എല്ലാ മലയാളികളെയും സംഘടിപ്പിച്ച് നിർത്താനുള്ള ഒരു പ്രചോദനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. വേൾഡ് മലയാളി കൗൺസിൽ നമ്മൾ ഒന്നിച്ചു പോകും. അതെ, ഒന്നിച്ചു പോകും. അപ്പോൾ MMCയെ കുറിച്ച് അങ്ങ് അറിഞ്ഞല്ലോ. MMCയെ പറ്റി കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റ് തോന്നി. കാരണം വേൾഡ് മലയാളി കൗൺസിൽ താങ്കളുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് അണിനിരക്കും. ആ കൊടയുടെ വലുപ്പം ഒന്നും കൂടി വികസിപ്പിക്കും. വലിയ കൊടയാവും. വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രേഷ്മ. ഞങ്ങളുടെ കുടുംബമായിട്ട് ദുബായിലാണ്. 30+ ഇയേഴ്സ്. എന്റെ ഫാദർ റെജി ജോർജ്, മദർ ഷീല റെജി. കുടുംബമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ സ്വദേശം എറണാകുളം, എടപ്പള്ളി ടോൾ. ഓക്കെ രേഷ്മ, എനിക്ക് തോന്നുന്നത് വന്ന ഉടനെ തന്നെ ഞാൻ MMCയെ കുറിച്ച് പറഞ്ഞു, അപ്പോഴേ തന്നെ ആപ്പിൽ കയറി. അതെ, തീർച്ചയായിട്ടും ഇത് സർ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു പ്രചോദനമാണ്. കാരണം ഒരു കൊടക്കീഴിൽ മില്യൺ മലയാളി ക്ലബ്ബ് എന്ന് പറയുന്നത് നമുക്ക് എന്താവശ്യത്തിനും ഈ പരസ്പര സഹായം പദ്ധതിയാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ട്രെങ്തും ബോണ്ടും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഈ ഒരു ക്ലബ്ബ് തീർച്ചയായിട്ടും 1 കോടി നിന്ന് 2 കോടി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛൻ എന്ന് പറയട്ടെ. എന്റെ പേര് MMCയിലേക്ക് സ്വാഗതം. MMCക്ക് എല്ലാവിധമായ ആശംസകളും ആദ്യമായിട്ട് നേരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ, രേഷ്മ പറഞ്ഞതുപോലെ തന്നെ, ഇത് ദുബായിൽ എവിടെയാണ് താമസിക്കുന്നത്? ദുബായില് അൽക്കൂസിലാണ്. വീട്ടമ്മമാർക്ക് ചേരാം. വർക്ക് ചെയ്യുന്നുണ്ടോ ദുബായില്? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാ? അൽ ഷിറാവി എന്റർപ്രൈസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്കാനിയ ട്രക്കിന്റെ ഒക്കെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഇത് വളരെ വിപുലീകരിച്ച് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും വിദേശികൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്വദേശികൾക്കും തീർച്ചയായും വേണം. ഒരു കൂട്ടായ്മയായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു മലയാളി സമൂഹമായിട്ട്, മലയാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിരകളിൽ ഓടുന്ന രോമാഞ്ചം. തീർച്ചയായും വേൾഡ് മലയാളി കൗൺസിലിലെ വുമൻസ് ഫോറത്തിന്റെ പ്രസിഡന്റാണ്, ഗ്ലോബൽ വുമൻസ് പ്രസിഡന്റ്. അപ്പൊ വേൾഡ് മലയാളി കൗൺസിലിൽ നമ്മളും ഒന്നിച്ചു പോകും അല്ലേ? തീർച്ചയായും. സുരേന്ദ്രൻജി അദ്ദേഹം കുറെ കാലം പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിരുന്നു. മലയാളി കൗൺസിൽ ഉണ്ടല്ലേ? നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും കൂടെയാണ്. എന്തായാലും ലോകത്ത് മലയാളികൾ ഇല്ലാത്ത നാടില്ല എന്നുള്ളതാണ് പറയുക. എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എല്ലാ മലയാളികളെയും ഒരേ മനസ്സോടുകൂടി ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ MMCക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. എത്ര കോടികളല്ല, 1 കോടിയല്ല, എത്ര കോടികളായിട്ട് മാറട്ടെ. എല്ലാവരും ഒന്ന് കൊണ്ടുവരുന്ന പരസ്പര സഹകരണത്തോടുകൂടി ആ ഒരു മനുഷ്യത്വം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇതിന് എല്ലാവിധ ആശംസകളും. അങ്ങ് എവിടെ താമസിക്കുന്നത്? ഞാൻ ദുബായിലാണ് ഇപ്പം ബേസ്. പേര്? എൻ്റെ പേര് ജോൺ ഷാരി എന്നാണ്. സ്ഥലം പുല്ലിച്ചിറ, കൊല്ലമാണ്. കൊല്ലത്താണ്. അവിടെ എത്തിയിട്ട് കുറച്ച് കാലമായോ? അവിടെ ഒരു 30 കൊല്ലമായി. 30 കൊല്ലമായി. അപ്പോൾ 30 കൊല്ലമായ ആള് MMCയിലേക്ക് വരുമ്പോൾ ഒരുപാട് സഹകരണവും സഹായവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രോവിൻസിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയും മോട്ടോയും ഞങ്ങളുടെ ഇൻട്രസ്റ്റും ഇതുപോലെ ഗ്ലോബൽ മലയാളി ആസ് വെൽ ആസ് നമ്മുടെ ലോക്കലായിട്ടുള്ള ഇവിടെ സ്റ്റേറ്റിലുള്ള മലയാളികളും ഈവൻ നമ്മുടെ ഇന്ത്യ മൊത്തമുള്ള മലയാളികളും തമ്മിലുള്ള നെറ്റ്വർക്കിങ്ങിനായിട്ട് എനിക്ക് തോന്നുന്നു ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു സംഭവമാവും. ആദ്യമൊക്കെ ആൾക്കാർ ചോദിച്ചായിരുന്നു ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും AI സാങ്കേതിക സാധ്യത ഉപയോഗിച്ചാൽ. കാരണം അതിനകത്തൊരു AI ക്യാരക്ടറൊക്കെ ഉണ്ടാവും. നമുക്ക് സംസാരിച്ചാൽ ഈ AI ക്യാരക്ടർ മറുപടി പറയും.
തീർച്ചയായിട്ടും. അപ്പോൾ അത് അങ്ങനെ ഒരു അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോടി ആൾക്കാരോട് സമ്മതിക്കാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു ആൾക്കാരുടെ സംശയം. എയുടെ കാലത്ത് ഇതൊന്നും അപ്രാപ്യമായ സംഭവമല്ല. അപ്പോൾ അതൊരു ഒരു വലിയ വണ്ടറായിരിക്കും. അപ്പോൾ MMC, യു ആർ എൻ MMC ഗായ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ സന്തോഷം, താങ്ക് യു. അവരെല്ലാവരും MMCയിൽ അംഗങ്ങളായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നിങ്ങളും രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഒരു കോടി മലയാളികളുടെ കൂട്ടായ്മയായിട്ട് MMC മാറണം. നമുക്ക് ഒരുപാട് പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും കഴിയും. നമ്മൾ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനസമൂഹമായിട്ടും കുറച്ച് ആൾക്കാരെങ്കിലും മാറിയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരു അത്താണിയാകാൻ MMC ഉപകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ വേൾഡിൻ്റെ മുമ്പിൽ നമ്മൾ ഈ മില്യൻ മലയാളി ക്ലബ്ബ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചില വിദേശ നാടുകളിൽ നിന്നൊക്കെ ചില ആൾക്കാർ ഖത്തറിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില പരാതികളൊക്കെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ 2 നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ലേ, ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് 24 മണിക്കൂറും എന്ത് ചെയ്യണമെന്നറിയാനുള്ള റിപ്ലൈ കിട്ടും. 8111991602 അതാണ് ഒരു നമ്പർ. പിന്നീട് 8111991260 എന്നൊരു നമ്പർ കൂടിയുണ്ട്. ഈ 2 നമ്പറും 24 കണക്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ കയ്യിലാണുള്ളത്. അവർ ഈ കുട പിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് MMCയിലേക്ക് കയറുക? ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇതിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇതിൽ കയറുക. നമുക്കിനി കളയാൻ സമയമില്ല. നമുക്ക് അതിവേഗം നമ്മൾ വളരെ സ്നേഹത്തിലും സഹകരണത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകുന്ന ഒരു വലിയ ജനസമൂഹമാണ് എന്ന് നമുക്ക് നാട്ടുകാരെ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മില്യൻ മലയാളി ക്ലബ്ബിൽ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.